ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം ബ്രദർ കലേഷിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എന്തെന്നറിയില്ല, ഞാൻ ഇവിടെ വന്നിരുന്ന സമയത്ത് ഒരുപാട് സാക്ഷ്യങ്ങൾ, ഞാൻ ഒരുപാട് ആൾക്കാരുടെ അത്ഭുത സാക്ഷ്യങ്ങൾ ഒക്കെ ഞാൻ പൗരുഷനിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ബ്രദർ കലേഷിൻ്റെ സാക്ഷി ഓർത്തു. ബ്രദറിനെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ലൈവായിട്ട് കാണുന്നത്. ബ്രദർ എന്നെയും കണ്ടിട്ടില്ല. ഇവിടെ വന്നിരുന്ന് ഞാൻ ബ്രദറിൻ്റെ ഓർത്തു. പേരെനിക്ക് ഓർമ്മയില്ല. എന്തായാലും തോമസ് കുട്ടി പാസ്റ്ററിനെ കണ്ടതുകൊണ്ട് മീറ്റിംഗ് കഴിയുമ്പോൾ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് താങ്കളെക്കുറിച്ച് തിരക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാനങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് മോൾക്ക് അസ്വസ്ഥതയാണ്, പിന്നിൽ പോയിരുന്നു. അന്നേരം KC ജോൺ പാസ്റ്റർ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു. അപ്പം ഞാൻ ഓർത്തു, ഇത് ആ സഹോദരനാണോ, ഞാൻ ഓർത്ത ആ സഹോദരനാണോ എന്ന്. അത് കഴിഞ്ഞ് തോമസ് കുട്ടി പാസ്റ്റർ താങ്കളെ കൊണ്ട് നിർത്തി. എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം ദൈവം ചെയ്തൊരു വലിയ അത്ഭുതം. വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 വർഷത്തോളം വരും, ഞാനിന്നും ഓർക്കുന്നുണ്ട്. താങ്കൾ ആ യൂറിൻ ട്യൂബുമായി ഈ സ്റ്റേജിലൂടെ ഓടുന്നതും ഇതുപോലെ ഈ പാസേജിൽ കൂടെയൊക്കെ ഓടുന്നതും ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഓർത്തത്. പക്ഷെ എൻ്റെ ദൈവം ആ സാക്ഷ്യത്തെ ലൈവായിട്ട് എൻ്റെ മുന്നിൽ കാണാനുള്ള സൗഭാഗ്യം എനിക്ക് തന്നു. ദൈവത്തെ ഞാൻ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. KC ജോൺ പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ക്രിസ്ത്യാനിയായി ഞായറാഴ്ചകൾ വചനം കേട്ട് അങ്ങനെ ചുമ്മാ അടങ്ങിയിരിക്കാനുള്ള ഒരു ജീവിതമല്ല നമ്മുടെ വിളി വലുതാണ്, വലിയൊരു വിളിയാണ് നമുക്ക്. ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ആരോടും ഒന്നും സംസാരിക്കാനോ ഒന്നും കൂട്ടാക്കാത്തര വളരെ ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ആയിരുന്നു. ഈവൻ എൻ്റെ അറിയപ്പെടുന്ന ഒരാൾ കല്യാണം കഴിച്ചിട്ടും ഒരു പൊതുവേദിയിൽ പോയി നിൽക്കാനോ ഒന്നും ഒരു ശതമാനം പോലും ധൈര്യമില്ലാത്ത ഒരാൾ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്ത് പോളിയോ ഹോം, ഓൾഡ് ഏജ് ഹോം, ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. അവരുടെ മുന്നിൽ പോലും എനിക്ക് ചെന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല. ഞാൻ കിടുകിടാ വിറയ്ക്കും, വേർത്ത് കുളിക്കും, വല്ലാത്തൊരവസ്ഥ. പക്ഷേ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം ദൈവം എനിക്ക് തന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ വിളക്ക് കത്തിച്ച് നമ്മൾ പറയും കീഴിലല്ല തണ്ടിന്മേൽ വെക്കണമെന്ന് പറഞ്ഞ പോലെ ദൈവം എന്നെ ഇന്ന് അങ്ങനെ ആക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതിനെക്കുറിച്ചും മറ്റുള്ളവരോട് പറയാൻ ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. കല്യാണം 2000 ആണ്ടിലായിരുന്നു. 2008 ഞങ്ങൾക്ക് മകൾ ജനിക്കുന്നത്. അതുവരെ ആ വേദനയിൽ കൂടി കടന്നു പോയവർക്കറിയാം. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. ആ സ്വപ്നത്തെയാണ് എൻ്റെ ദൈവം കുറച്ച് നാൾ മാറ്റി വെച്ചിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് വളരെ സന്തോഷമാണ് അത്രയും ഒരു ഗ്യാപ്പ് എൻ്റെ ജീവിതത്തിൽ വന്നത്. കാരണം ദൈവത്തെ അറിയുവാനിടയായി. എൻ്റെ ദൈവം എന്നെ ആ ഒരു ഇതിൽ കൂടെ നടത്തിക്കൊണ്ടുപോകായിരുന്നു. കാരണം ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ചുമ്മാ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തിന് സ്നേഹം തിരിച്ചറിയില്ലായിരുന്നു. പക്ഷേ ദൈവം എന്നെ കടത്തിക്കൊണ്ടുപോയ ആ വഴികൾ, ദൈവത്തെ അറിയാൻ ആ ഒരു സൗഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ, എനിക്കറിയില്ല, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത് ഒരു കുഞ്ഞെന്നുള്ള സ്വപ്നം. ഞാൻ പിന്നെ ദൈവത്തോട് പറയാം, ദൈവമേ ഇനി എനിക്ക് ഒരു കുഞ്ഞ് കിട്ടിയില്ലെങ്കിലും എനിക്ക് പരാതിയൊന്നുമില്ല, പക്ഷേ നിന്റെ കൃപ അതൊരിക്കലും എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഞങ്ങൾ മോളുണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു കൂട്ടായ്മയിൽ യാദൃശ്ചികമായി പങ്കെടുക്കാൻ ഇടയായി. ഞങ്ങൾ രണ്ടുപേരും ചെന്ന് അവിടെ നിന്ന് ഈ പ്രാർത്ഥനയോടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്ന് കുറച്ച് വൈകി ശുശ്രൂഷകൻ വന്നു. അദ്ദേഹം ഞങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങൾ അവിടെ ആരൊക്കെയാണ് കൂടിയിരിക്കുന്നതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. പ്രാർത്ഥന തുടങ്ങി. അദ്ദേഹം വചന ശുശ്രൂഷ കഴിയുമ്പം വ്യക്തിപരമായി ദൂത് പറയുമല്ലോ. അദ്ദേഹം അടുത്തുകൂടെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം എൻ്റെ മുമ്പിൽ വന്നിരിക്കുമെന്ന്. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ദൈവാത്മാവ് നിറഞ്ഞിങ്ങനെ പ്രവചനങ്ങൾ പറയാം. അദ്ദേഹം പറയാണ്, അടുത്ത് കിടക്കുന്ന നിന്റെ ഭർത്താവ് അറിയാതെ നീ രാത്രികാലങ്ങളിൽ നിന്റെ കണ്ണുനീർ നനച്ച് കണ്ണുനീർ കൊണ്ട് കുതിർക്കുന്നത് സ്വർഗത്തിലെ പിതാവ് കണ്ടിരിക്കുന്നു. എനിക്കറിയില്ല എനിക്ക് എന്ത് സംഭവിച്ചു. ഞാൻ കരഞ്ഞില്ല, പക്ഷേ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിയാൻ തുടങ്ങി. എൻ്റെ അടുത്ത് കിടക്കുന്ന എൻ്റെ ഭർത്താവ് പോലും അറിഞ്ഞില്ല, പക്ഷെ സ്വർഗത്തിലെ അപ്പൻ ഇത് കണ്ടിരിക്കുന്നല്ലോ എന്നുള്ളൊരു എന്തെന്നറിയാത്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ പിന്നെ ഒരിക്കലും എൻ്റെ കണ്ണുകൾ എങ്ങനെ നിറയാൻ ഇടയായി വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ കൺസീവ് ചെയ്തു. ഞങ്ങളുടെ മോളായി. ഒരു മോൾ വേണമെന്നായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. അങ്ങനെ ദൈവം എൻ്റെ ഹൃദയപ്രകാരം ഒരു മോളെ തന്നെ തന്നു. ആരോഗ്യമായുള്ള നല്ല മെഡിക്ക് മോളെ തന്നു. ഇന്ന് അതിനുശേഷം ഞാൻ ഒരു നല്ല വിശ്വാസിയായി തുടരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു, മനഃപൂർവ്വമല്ല, എനിക്കറിയില്ലായിരുന്നു ഞാനിങ്ങനെ ദൈവത്തെക്കുറിച്ച് വേദികളിൽ പറയാൻ പോകുമെന്നുള്ള ആ അറിവ് എനിക്കില്ലായിരുന്നു. പക്ഷെ ഒരിക്കൽ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, സുവിശേഷങ്ങൾ വായിച്ചു വന്നപ്പോൾ കർത്താവിൻ്റെ അവസാനത്തെ കൽപ്പന, നിങ്ങൾ പോയി സകല മനുഷ്യരോടും സുവിശേഷം അറിയിക്കും.
ആ പോകുവിൻ എന്ന് പറയുന്നത് ദൈവം എന്നോട് ആ സമയത്ത് ഇടപെടുന്നത് പോലെ എനിക്ക് തോന്നി. നിങ്ങൾ പോയി, ഞാനും പോകണം എന്നുള്ള ഒരു ഇതെനിക്ക് ആ സമയത്ത് തോന്നി. അതെൻ്റെ ഉള്ളിൽ തന്നെ സംഗ്രഹിച്ചു. പക്ഷെ ക്രമേണ പല വേദികളിലൊക്കെ ഞങ്ങളുടെ സാക്ഷ്യം പുറത്തറിഞ്ഞ് പലരും വിളിക്കാൻ തുടങ്ങി. അതുമല്ല, പുതിയതായി ആൾക്കാരെ കാണുമ്പോൾ അവരോട് പറയാനിടയായി. പിന്നെ പവർ വിഷൻ ചാനൽ അത് മുടങ്ങാതെ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ TV ഓൺ ചെയ്യുന്നത് ഞങ്ങൾ 2 ഡിവോഷണൽ ചാനൽസ് വെച്ചുകൊണ്ടാണ്. ആ 2 ചാനൽസ് ഞങ്ങൾ മാറി മാറി കാണും. അപ്പം ഇങ്ങനെ വചനങ്ങളൊക്കെ കേട്ട്, പവർ വിഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ KC ജോൺ പാസ്റ്റർ, ഞങ്ങൾക്ക് പാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ താങ്കളുടെ അടുത്ത് വന്ന് ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കഴിഞ്ഞ ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, പവർ വിഷൻ്റെ ആനിവേഴ്സറി മീറ്റിംഗ്. അതിന് വരാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പവർ വിഷൻ ചാനൽ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്ന് പറഞ്ഞ പോലെ കലേശൻ ബ്രദറിനെ 4-5 വർഷം മുമ്പാണ് ഞാൻ ആ സാക്ഷ്യം കണ്ടത്. ഇന്ന് അദ്ദേഹത്തെ ഇവിടെ വെച്ച് കാണുവാനും അതും പവർ വിഷനിലെ കൂടെയാണ് എനിക്ക് സാധിച്ചത്. എഡ്യൂക്കേറ്റ്, എംപവർ, എൻലൈറ്റൻ, പവർ വിഷൻ, ഷോയിങ് ദ റൈറ്റ് വേ. ഇന്ന് അതേ അനേക രാജ്യങ്ങളിൽ സുവിശേഷം കടന്നു പോകും. നമുക്ക് വ്യക്തിപരമായി ഒരാളിനോട് പറയുന്നതിലൊക്കെ ചിലപ്പോൾ പരിമിതികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഈ ചാനലിലൂടെ നമുക്ക് നികത്തിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ പറയുന്നത് തന്നെ എത്രയോ രാജ്യങ്ങളിലേക്ക് ഇനി കടന്നു പോകേണ്ടതാണ് ഈ ഒരു പ്രോഗ്രാം. നമ്മൾ പോകാതെ തന്നെ നമ്മുടെ പ്രസൻസ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഇത് വളരെ നല്ലൊരു മീഡിയമാണ്. എന്തായാലും ഈ ചാനലിനെ അനുഗ്രഹിക്കട്ടെ. ചാനൽ തുടങ്ങുവാൻ അദ്ദേഹത്തിന് തോന്നിയ ദൈവം കൊടുത്ത ഒരു വെളിപ്പാട് അത് ഇനിയും തുടർന്ന് പോകട്ടെ. അനേകർക്ക് ഇതൊരു ആശ്വാസമായിരിക്കട്ടെ. പവർ വിഷൻ ചാനൽ ഇനിയും അനേകം വർഷങ്ങൾ കർത്താവിൻ്റെ വരവോളം പവർ വിഷൻ ചാനൽ ഷോയിങ് ദ റൈറ്റ് വേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ റൈറ്റ് വേ കാണിച്ച് പവർ വിഷൻ ചാനൽ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു.